അദ്ദേഹത്തിനെ പറ്റി പറയുന്നതാണ് മഹാഭാരതം ശാന്തിപർവത്തിൽ 276 അധ്യായത്തിൽ 4 ശ്ലോകമാണിത്. നിങ്ങൾക്ക് ഈ ആവലാതിയും അലട്ടുമായി ജീവിച്ചോളണം എന്ന് ഒരൊറ്റ ആൾ പറയണില്ല. നമുക്ക് ബാഹ്യമായും ഭൗതികമായും പല കുറവുകളും ഉണ്ടാവാം, ബാധകളും ഉണ്ടാവാം. പ്രകൃതി പോലും നമുക്ക് അനുകൂലമല്ലാതെയായി തീർന്നാൽ എങ്ങനെയാ ഈ ഭരണം, സദ്ഭരണം കൊണ്ടു നടത്തണമെങ്കിലും വിഭവം വേണമല്ലോ. അപ്പോൾ ഇത് വലിയ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. തനിക്ക് ഒന്നും കിട്ടാനില്ല എന്നാ പറയണത്. എന്നുണ്ടെങ്കിലും സുസുഖംബത ജീവാമി, ഞാൻ പരമസുഖമായിട്ടാ ജീവിക്കണേന്ന്. യസ്യമേ നാസ്തി കിഞ്ചന, എനിക്കിവിടെ ഒന്നും എൻ്റേതായിട്ടില്ല. എൻ്റേതെന്നുണ്ടെങ്കിലല്ലേ ഇവിടെ പോകാനും വരാനുമുള്ളൂ. ഈ ജനകൻ രാജാവായത് എങ്ങനെയാ? തെരഞ്ഞെടുത്ത രാജാവല്ല അദ്ദേഹം, പരമ്പരാഗതമായി അദ്ദേഹത്തിന് രാജപട്ടം കിട്ടിയതാണ്. നമ്മുടെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ തെരഞ്ഞെടുത്ത് വലിയ പ്രതീക്ഷയും പ്രകടന പത്രികയും ഒക്കെ കണ്ടിട്ടൊക്കെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അവരുടെ നിർബന്ധിച്ച് പറയാൻ ആൾക്കാരുണ്ടാവും. പഴയ കാലത്ത് രാജാക്കന്മാർ അങ്ങനെ ആയിരുന്നില്ല, പരമ്പരാഗതമായി വന്നു. അവിടെ വേറൊരു രാജാവ് കയറി ഇരിക്കാനും പോണില്ല, പ്രജാക്ഷേമം ഉറപ്പുവരുത്തേണ്ടവരാണ്. പക്ഷെ അവരുടെ മനസ്ഥിതിയാണ് പറയണത്, തനിക്കെന്ന് പറഞ്ഞ് ഒന്നുമില്ല, ഒരു സാധനം എനിക്ക് കിട്ടാനും കൊടുക്കാനുമില്ല. ഇപ്പം നമ്മുടെ സർക്കാർ എങ്ങനെയാ? പ്രജകൾക്ക് നല്ല ഒരു ഭരണം നൽകണം, ഇവിടെ സമ്പത്ത് കൂട്ടിയുണ്ടാക്കണം, വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചാലേ വിഭവങ്ങൾ ഉണ്ടാവുള്ളൂ. കാര്യം ഒരഭിപ്രായമുണ്ട്. എന്താ അഭിപ്രായം? വ്യവസായം എന്ന് പറഞ്ഞാൽ സാധുക്കളുടെ സർക്കാർ തന്നെയാണ്. വ്യവസായികൾക്ക് നമ്മൾ പണം കൊടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ പണം നമുക്കാണ് ആവശ്യം. അപ്പോൾ സാധുക്കൾക്ക് പണം വിതരണം ചെയ്യണമെങ്കിൽ രാജ്യത്ത് സമ്പദ് സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ മുതൽ മുടക്കണം. ആരാ മുതൽ മുടക്കുക? മുതലുള്ളവരാണ് മുടക്കുക. അപ്പം മുതലുള്ളവരുടെ മുതൽ മുടക്കാനുള്ള ഒരു സാഹചര്യവും പ്രോത്സാഹനവും ഉള്ള നീതിന്യായങ്ങളായിരിക്കണം നമുക്ക്. അപ്പോഴേ അവർ മുതൽ മുടക്കുള്ളൂ. അത് സ്വദേശത്ത് മുടക്കില്ലെങ്കിലോ, വിദേശത്തിൽ നിന്ന് വന്ന് നിക്ഷേപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തക്ക മുൻകരുതലോടുകൂടി അവരെ കൊണ്ട് ആ വിദേശ നിക്ഷേപം നടത്തിക്കണം. എന്നാൽ എന്താണ് ഗുണം? നമ്മുടെ കയ്യിലില്ലാത്ത പണം അവർ കൊണ്ടുവന്ന് മുടക്കും. ഒന്ന്. രണ്ടാമത്, പുതിയ ഓരോ സാധനങ്ങൾ തുടങ്ങുമ്പോൾ അതിൽ നമ്മുടെ തൊഴിലാളികൾ ചെന്നും ഭരിക്കാനുള്ളവർ ചെന്നും അതിൻ്റെ സാങ്കേതിക വിദ്യ മുഴുവനും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വിദ്യ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് സ്വതന്ത്രമായി പലതും ഉത്പന്നങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഉത്പന്നങ്ങൾ ഉണ്ടാക്കി കയറ്റുമതിക്ക് നമുക്ക് സാധിക്കും. ഏഷ്യയിലും ആഫ്രിക്കയിലുമായിട്ട് അനവധി രാജ്യങ്ങളുണ്ട്. യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ അവർ കുറച്ച് പിന്നിലാണ്. ഇപ്പോൾ ഇന്ത്യയിലെ വലിയ ചെലവില്ലാതെ പല സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഉള്ള വേതനങ്ങളോ അതേമാതിരിയുള്ള ശമ്പളങ്ങളോ ഇവിടെ ഇല്ല. എന്നാൽ നമ്മൾ സുഭിക്ഷത്തിൽ കഴിയണമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറവ് ചെലവിൽ നമുക്ക് പലതും ഉത്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ആ ഉത്പന്നങ്ങൾ കയറ്റുമതിയും കൂടി ചെയ്യാൻ പുറപ്പെട്ടാൽ ഇറക്കുമതി കുറയും ചെയ്തും കയറ്റുമതിയിൽ ചുങ്കം നമുക്ക് കിട്ടും ചെയ്യും. അപ്പം വ്യവസായികൾ അവർ വ്യവസായം നടത്തട്ടെ, സമ്പദ് സമൃദ്ധി ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് ടാക്സും മറ്റു കാര്യങ്ങളുമായി എക്സൈസ് ഡ്യൂട്ടിയുമായി അവരുടെ കയ്യിൽ നിന്ന് പണം ഇങ്ങോട്ട് മേടിച്ചാലല്ലേ ഈ സാധുക്കൾക്ക് വിതരണം ചെയ്യാനുണ്ടാവുള്ളൂ. അങ്ങനെ അവർക്ക് പണം തരാൻ അവരും മടിക്കാൻ പാടില്ല. എന്താ കാരണം? ഏത് വ്യവസായിക്കും കിട്ടുന്ന പണം മുഴുവനും അവരുടെ ഉത്പന്നങ്ങൾ പൊതുജനങ്ങൾ ബഹുമുഖമായി വാങ്ങിയിട്ടാണ് അവർക്ക് കിട്ടുന്ന പണം മുഴുവനും. അപ്പോൾ ഒരൊറ്റ മുതലാളിക്കും ഇവിടെ പറയാൻ പറ്റില്ല എൻ്റെ കയ്യിലുള്ള മുതല് ഞാൻ സമ്പാദിച്ചതാണെന്ന്. അല്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ഒരു ഭൂമാനന്ദ സ്വാമിയെങ്കിലും ഉണ്ട്. അവർ ഉത്പന്നങ്ങൾ ഉണ്ടാക്കിയത് എവിടെയാ? നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ, ഭൂമിയിൽ നിന്നും കാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നും എടുത്ത ഉത്പന്നങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. ആ സാധനങ്ങൾ അവർ ഉത്പന്നങ്ങളാക്കി എന്നുള്ളത് ശരിയാ. അതും രാജ്യത്തിലുള്ള പല തൊഴിലാളികളും പല മാനേജർമാരും കൂടിയിട്ടാണ് അവരുടെ മുതല് ഉത്പന്നങ്ങളായി കൺവെർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഉത്പന്നങ്ങളെ വിപണിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ മേടിക്കുന്നത് ആരാ? ബഹുമുഖ ജനങ്ങളാണ് മേടിക്കുന്നത്. ഒരു ബസ് ഓടിയാൽ അതിൽ യാത്രക്കാർ ആരൊക്കെ കയറും? പണക്കാരൻ വളരെ കുറവേ കയറുള്ളൂ, അയാൾക്ക് സ്വന്തം കാറുണ്ടാവും. സാധാരണ ഈ ബസ് യാത്ര ചെയ്യുന്നവർ മുഴുവൻ സാധാരണക്കാരാണ്. അവർ കൊടുക്കുന്ന ബസ് ചാർജിൽ നിന്നാണ് ബസ് ഉടമകൾക്ക് കിട്ടുന്ന വരുമാനം. ആ ബസ് ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികൾക്ക് പോലും ഈ കൊടുക്കുന്ന പാസഞ്ചർ ഫെയറിൻ്റെ ഒരു വിഹിതമാണ് കിട്ടുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത് മുഴുവനും? ഇതൊക്കെ നമ്മുടെ ധർമ്മചിന്തയിൽ പെട്ടതാണ്. എന്തിനാ സ്വാമിജി ഇത് പറയണമെന്ന് നിങ്ങൾ ചോദിക്കരുത്.
നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ വ്യക്തിയിലും കുടുംബത്തിലും സമാജത്തിലും രാഷ്ട്രത്തിലും ഭരണത്തിലും പരിസ്ഥിതിയിലും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ധർമ്മം. ഓരോന്നിനെക്കുറിച്ചും നമ്മുടെ വീക്ഷണം എന്താവണം, വിലമതിപ്പ് എന്താവണം, അവയോട് നമ്മുടെ സമീപനം എന്താവണം. അപ്പോൾ വ്യവസായം എന്നുള്ളത് വേണമെന്ന് തീരുമാനിച്ചാൽ മുതൽ മുടക്കാനുള്ളവർ നമുക്ക് ആവശ്യമാണ്. അവർ മുതൽ മുടക്കുമ്പോൾ സർക്കാരിന് എന്തെല്ലാം വ്യവസ്ഥ വേണോ ആ വ്യവസ്ഥയൊക്കെ നിശ്ചയിക്കാം. പക്ഷേ മുതൽ വരണം, മുതൽ മുടക്കണം, ഉത്പന്നങ്ങൾ ഉണ്ടാവണം, ആ ഉത്പന്നങ്ങൾ ധാരാളം വിതരണം ചെയ്യണം. അപ്പോഴാണ് കയ്യിൽ കാശുള്ളവരെല്ലാം അത് മേടിച്ച് ഈ വ്യവസായികൾക്ക് പണം കിട്ടുന്നത്. അപ്പോൾ അവർക്കൊരു ഓബ്ലിഗേഷൻ ഉണ്ട്, ഒരു കർത്തവ്യമുണ്ട്. എന്ത്? എൻ്റെ ഉത്പന്നങ്ങൾ മുഴുവൻ മേടിക്കുന്നത് പൊതുജന സമാജമാണ്. അപ്പോൾ ആ സമാജത്തിനെ ഭദ്രമാക്കാൻ, അവരുടെ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ, അവരും അവരുടെ കുടുംബാംഗങ്ങളും സമ്പുഷ്ടമായി ജീവിക്കാൻ എനിക്ക് സഹായിക്കേണ്ടത്, ത്യജിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം. എന്താ കാരണം? അവർക്ക് കിട്ടിയിട്ടുള്ള പണം മുഴുവനും പൊതുജനങ്ങളിൽ നിന്ന് വന്നതാണ്. ഒരു കമ്പനി ഷെയർ ഫ്ലോട്ട് ചെയ്തു. ആ ഷെയർ എത്രയാ? 10 റുപ്യ അല്ലെങ്കിൽ 20 റുപ്യ ഒരു പ്രീമിയം വെച്ച് അങ്ങോട്ട് കൊടുത്തു. ആ ഷെയർ മുഴുവൻ മേടിക്കണത് ആരാ? പണക്കാരാ മുഴുവനും മേടിക്കണത്. എത്രയോ ജനങ്ങൾ മേടിക്കുന്നു. എന്നിട്ടോ ഓവർ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ഇന്ത്യയിലും പല ഷെയർസും. ഈ പണം മുഴുവൻ വരുന്നത് എവിടുന്ന? പക്ഷേ ആ വ്യവസായിയുടെ കയ്യിൽ ഒരു നിലയ്ക്ക് വിശ്വാസ്യതയുണ്ട്, രണ്ടാമത് സാമർഥ്യമുണ്ട്. ഈ കിട്ടിയ പണം വേണ്ടതുപോലെ മുടക്കി പറഞ്ഞ സാധനം ഉത്പാദിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള യോഗ്യത. അത് നമുക്ക് വേണം. ഇവിടെ എല്ലാവരും പറയും സാധുക്കളെ ഉദ്ധരിക്കൂ, സാധുക്കളെ ഉദ്ധരിക്കൂ എന്ന്. എന്തുകൊണ്ടാണ് ഉദ്ധരിക്കുക? നോക്കിയിട്ടോ. ഉദ്ധരിക്കാനായിട്ട് വിഭവം വേണമല്ലോ. ആ വിഭവം എവിടുന്നാ വരിക? സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമോ? വരില്ല. നമ്മുടെ രാജ്യത്തിൽ തന്നെ ഉത്പന്നങ്ങൾ ഉണ്ടായി ഉത്പന്ന സമൃദ്ധി കൊണ്ടേ അത് ഉണ്ടാവുള്ളൂ. അപ്പം ആ ഉത്പന്ന സമൃദ്ധിക്ക് വേണ്ടി അതിന് പ്രാപ്തിയുള്ളവരും മുതലുള്ളവരും മനസ്ഥിതിയുള്ളവരും വന്ന് ആ മേഖലയിൽ പ്രവേശിച്ച് എല്ലാം ഇവിടെ ചെയ്യാനുള്ള ഉത്സാഹം നമുക്ക് വേണം. അതാണ് ഏത് ഗവൺമെൻറ്റും നന്നാവണം എന്നുണ്ടെങ്കിൽ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നയപരിപാടികളോടുകൂടി വേണം അവർ വരാൻ. ഇന്നത്തെ സർക്കാരിന് അത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇതിലൊക്കെ നല്ല തൻ്റെ ഇടത്തോടു കൂടി പറയണം. പഴയ കാലത്ത് ഒരു അംബാസഡർ ഉണ്ടായിരുന്നു, ഒരു ഫിയറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നരസിംഹറാവുവിൻ്റെ കാലത്താണ് എല്ലാം കൂടി മൾട്ടിനാഷണൽസൊക്കെ വന്നത്. ഇപ്പോൾ അസലായിട്ട് ഓടുന്ന കാറുകൾ, ചൂടാവാത്ത കാറുകൾ. എത്ര കാറുകളാണ്? അന്നത്തെ മാതിരി വിലയില്ല, കൂടുതൽ കിലോമീറ്റർ ഓടും ചെയ്യും. പെട്രോളിന് വരെ കൺസംഷൻ കുറവാപ്പോൾ. അപ്പം അന്ന് ഇത് തുറക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഇന്ത്യ രാജ്യം എവിടേക്ക് പോവുക? അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക. നമുക്കൊരു പൈപ്പ് ഇടാം സ്വർഗത്തിൽ നിന്ന് കാശ് ഇങ്ങോട്ട് കിട്ടാൻ. എവിടുന്നാ ഈ കിട്ടുക എന്നാ പറയണത്? ഇവിടെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, സാധുക്കളെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നേരെയാക്കി കാണട്ടെ. സാധുക്കൾക്ക് എന്ത് ക്ഷേമപ്രവർത്തനങ്ങൾ വേണമെങ്കിലും അതിന് ഖജാനയിൽ നിന്നുള്ള പണം വേണം എടുക്കാൻ. ഖജാനയ്ക്ക് പണം കിട്ടുന്നത് എവിടെയാ? സമ്പാദിക്കുന്നവരിൽ നിന്ന്. അതിൽ ഇൻകം ടാക്സ് കാര്യമായിട്ടൊരു ഭാഗമുണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഒരു ഭാഗമുണ്ട്, ഇറക്കുമതി കുറച്ചൊക്കെ ഉണ്ട്. നമ്മുടെ നാഷണൽ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ 33, 35, 40% വരെ പ്രോഫിറ്റ് ടാക്സ് വ്യവസായ വകുപ്പുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു അഭിപ്രായമുണ്ട്, ഈ വ്യവസായ മേഖലയിലുള്ളവർക്ക് കാര്യമായിട്ടുള്ള ഒരു ശബ്ദം നമ്മുടെ ഭരണ സർക്കാർ കൊടുത്തേ തീരൂ. അവരുടെ കയ്യിൽ നിന്നാണ് പണം മേടിക്കുന്നത്. അവരുടെ പണമാണ് 33-40% നമ്മുടെ ബഡ്ജറ്റിൽ പ്രതിവർഷവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ പറയണത് മുഴുവൻ ആബ്സല്യൂട്ട്ലി ചോദ്യാർഹമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദേശീയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടവരാണ്, ചിന്തിക്കാൻ അർഹപ്പെട്ടവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. എന്ത്? ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വേണം ഒരു രാജാവ് ഭരണകൂടം ചിന്തിക്കാൻ. ഭരണത്തിൻ്റെ അർത്ഥം എന്തിനാ? മനുഷ്യർ നന്നാവണം, അവർക്ക് ആവലാതികൾ ഉണ്ടാവരുത്, അവർ സമ്പദ് സമൃദ്ധമായി കഴിയണം, സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാവണം. സ്ത്രീകൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വേണ്ടതുപോലെ നടക്കാൻ സാധിക്കണം, അവരെ പീഡിപ്പിക്കുന്ന ഒരു ചോദ്യമേ ഉണ്ടാവരുത്. മിക്കവാറും ജനങ്ങളുടെ മനസ്ഥിതി മാറണം. നമ്മളൊക്കെ അമ്മയ്ക്ക് ജനിച്ചവരാണ്, ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാരെല്ലാവരും വേറെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ പുറപ്പെട്ടാന്ന് പറഞ്ഞാൽ മനസ്സിൽ കാണണം, എൻ്റെ സഹോദരിയോ എൻ്റെ ഭാര്യയോ എൻ്റെ മകളോ കൂട്ടത്തിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്നു എന്ന്. ആ കാഴ്ച അവർ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പം അവരെങ്ങനെയാണ് വേറൊരാൾ പീഡിപ്പിക്കുക? തൻ്റെ സഹോദരിയെ ഒരാൾ പീഡിപ്പിച്ചാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? അതുപോലെ തന്നെ തോന്നണ്ടേ മറ്റൊരാളുടെ സഹോദരിയെ പീഡിപ്പിക്കുമ്പോൾ? അപ്പോൾ കുറേയൊക്കെ ഇത് ധാർമ്മികമായിട്ടുള്ള ഒരു ഉദ്ബോധനം നമുക്ക് ആവശ്യമാണ്. കൂട്ടത്തിൽ നമുക്ക് നിയമത്തിൻ്റെ സഹായവും വേണം.
നിയമം കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ നേരെയാക്കാൻ പറ്റില്ല. ഒരു സമാജത്തിനെ നന്നാക്കിയെടുക്കാൻ എപ്പോഴും പ്രബോധനവും ഉദ്ബോധനവുമാണ്. ആ ഉദ്ബോധനത്തിന് നമ്മുടെ മീഡിയ മുഴുവനും ഉപയോഗിക്കണം. പത്രക്കാർ മുഴുവൻ ധാരാളം എഴുതണം. നമ്മുടെ ദൂരദർശൻ ഇതൊക്കെ ഏറ്റെടുക്കണം. പ്രതിദിനം അവർക്ക് സമാജത്തിന് മൂല്യം ഉദ്ബോധിപ്പിക്കാനുള്ള ഒരു സമയം തന്നെ നീക്കി വയ്ക്കണം. കുട്ടികളെ ചെറുപ്പകാലം മുതൽക്ക് നല്ലപോലെ പഠിപ്പിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൽ എത്ര തെറ്റുകളും കുറവുകളുമാണെന്നറിയോ നമുക്ക്? നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമോ അതൊന്നും നമ്മൾ നേടിയെടുക്കാൻ നോക്കുന്നില്ല. നമുക്ക് കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഇലക്ട്രോണിക് സയൻസും കമ്പ്യൂട്ടറും ഇത്രയേ ഉള്ളൂ, ന്യൂക്ലിയർ സയൻസേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടായിട്ട് മനുഷ്യൻ വേണ്ടതുപോലെ പെരുമാറിയില്ലെങ്കിലോ? ഇവിടെ സ്ത്രീകൾക്ക് നടക്കാൻ ഒരു സ്വാതന്ത്ര്യവുമില്ല. ഈവ് ടീസിങ് ഒരു ഭാഗത്ത്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും കൊണ്ട് എന്ത് നടക്കുന്ന ഞാൻ ചോദിക്കുന്നത്? മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് നുഴഞ്ഞു കയറി കാര്യങ്ങൾ നേരെയാക്കാൻ നമുക്ക് പറ്റണം. പെരുമാറ്റം നന്നാവണം. നമ്മുടെ ഡൽഹി നഗരം ഉണ്ടല്ലോ, കശയാണ് ഈ കാര്യത്തിൽ, ഏറ്റവും കശയാണ്. അവിടെ ജോലിക്കാർ പറഞ്ഞു കേൾക്കണത്, പത്രത്തിൽ എഴുതുന്നത് എന്താ? അവിടെയുള്ള ബാബുമാരും ബാക്കിയുള്ളവരും 10 മണിക്ക് പോലും ജോലിക്ക് ഹാജരാവില്ല എന്ന്. അതൊരു കുത്തകയായി കഴിഞ്ഞു. 10 മണിക്ക് പോലും അവർ വരില്ല. വന്നാലോ ജോലി എടുക്കൂല വേണ്ടതുപോലെ എന്ന്. അതിനാണോ നമ്മുടെ രാഷ്ട്രവും നമ്മുടെ തലസ്ഥാനവും എല്ലാം? എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കിയാൽ ഒരൊറ്റ ആൾ അവിടെ ഒത്തുകൂടുന്ന സമ്പ്രദായം ഇല്ല, മിണ്ടാണ്ട് ഒഴിഞ്ഞു പോകും. എന്താ? ഈ ഡൽഹിയിൽ അധികം പേരും വന്ന് കുടിയേറി പാർത്തവരാ. അവർക്കൊരു മണ്ണ് സ്നേഹം അവർക്കില്ല, പ്രജകളോടും ഒരു സ്നേഹമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് ചിലർ ചോദിക്കുക, ബംഗാളിൽ കൽക്കട്ട, ബോംബെ, ഡൽഹി ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട നഗരങ്ങൾ. കൽക്കത്തയിലാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ അപ്പോൾ ഒരു 50 ആളെങ്കിലും അവിടെ കൂടും. ഒരു പിക്ക് പോക്കറ്ററെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവർ 4 ആളും 10 ആളും കൂടി അങ്ങോട്ട് വട്ടം കൂടി തല്ലെന്നെ തുടങ്ങും. അവിടെ ഏതെങ്കിലും ഒരാൾ സ്ത്രീകൾക്ക് ഇരിക്കാനായി, ഞാനുള്ള കാലത്ത് പ്രത്യേകം സീറ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ പുരുഷന്മാരെ ഇരുത്താറില്ല. എങ്ങാനും ഒരു സ്ത്രീ എടുത്ത് ഒരാൾ തെറ്റായി പെരുമാറിയാൽ ആ സ്ത്രീ പേടിച്ച് മിണ്ടാണ്ടിരുന്ന പിന്നെന്ന് ശബ്ദം കേൾക്കാം. അവർ ബംഗാളിയിലാ പറയാ, ദാദാ ദാദാ അമി ദേക്ഷി തുമി കീ കൊച്ചോന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹോദര താൻ എന്താ ചെയ്യണേന്നുള്ളത് ഞങ്ങൾ കാണുന്നുണ്ടെന്ന്. ആരാ പറയണെന്ന് ഒരാൾക്കും അറിയില്ല. പിന്നെന്നാ ശബ്ദം വരിക. കൽക്കട്ടയിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. എടോ താൻ ചെയ്യണത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ പേടിക്കാണ്ടിരിക്കുമോ? എന്നാൽ ഈ ഡൽഹിയിൽ കമാ ശിവ എന്നൊരക്ഷരം മിണ്ടാണ്ടിരിക്കും. ഇങ്ങനെ സ്വാർത്ഥികളായിരിക്കുന്ന നഗരവാസികൾ ഉള്ളപ്പോൾ ഇതിലേറെ അക്രമം അവിടെ നടക്കും. അക്രമം നടത്തരുത് എന്നുള്ളൊരു മനസ്സാക്ഷി പൊതുജനങ്ങൾക്കുണ്ടാവണം. എന്തുകൊണ്ട് സർക്കാർ ഈ മനസ്സാക്ഷി ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുന്നില്ല? എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ ഒരു ബില്ല് ഉടനെ കൊണ്ടുവന്നിട്ട് ആ ബില്ലിൽ ക്രമം വിട്ടിട്ടുള്ള പ്രൊവിഷൻ വരെ ചേർക്കും. ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു നിലയാവും. അങ്ങനെ നിയമം കൊണ്ട് മാത്രം നേരിടേണ്ടതല്ല ഇത് ജനങ്ങളുടെ ബോധമാണ് ഇവിടെ പ്രധാനം. ഒരു എൻലൈറ്റനിങ് അപ്രോച്ചാണ് ഇതിന് എല്ലാ കാര്യത്തിലും വേണ്ടത്. അപ്പം ഈ ലോകസംഗ്രഹം എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ച് നല്ല മാർഗത്തിൽ കൊണ്ട് ഘടിപ്പിക്കുന്നതിനാണ് ലോകസംഗ്രഹം എന്ന് പറയുക. ആ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാരാ? ഇപ്പം ഞങ്ങളൊക്കെ ലോകസംഗ്രഹക്കാരാ. പക്ഷേ ഞങ്ങൾ അധികാരം കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ പ്രവൃത്തിയിൽ അധികാരമല്ല, നേരെ മറിച്ച് ഞങ്ങളിലുള്ള സത്യസന്ധത, ആത്മാർത്ഥത, ഓരോ വിഷയത്തിലും കൂലങ്കഷമായി പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും വൈകാരികമായും യുക്തിസഹമായും ജ്ഞാനാത്മകമായും ഉദ്ബോധിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതിന് ഞങ്ങൾക്ക് വലിയ അധികാരവും മികവുമാണ്. ആ മികവിൻ്റെ മുൻപിലാണ് ലക്ഷോപലക്ഷം കോടാനുകോടി ബഹുസഹസ്രം ബഹുശതം ജനങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. നിയമത്തിൻ്റെ മുകളിലല്ല. ഞാൻ കേരളത്തിൽ ജനിച്ചവനാ, കേരളീയനാണ്. പക്ഷെ ഞാൻ പുറത്തു പോയിട്ടാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷിലാവും കൂടുതൽ. വേണ്ടി വരുന്ന സമയത്ത് ഹിന്ദിയിൽ പറയും, തമിഴിൽ പറയും, ബംഗാളിയിൽ പറയും, മലയാളത്തിൽ പറയും. എത്ര സംസ്ഥാനങ്ങളിലാണ് ഞാൻ പോയി വരുന്നത്. എവിടെ ചെന്നാലും ഒരു ഭേദബുദ്ധിയില്ലാതെ എന്താ പറയുക, പിതൃനിർവിശേഷം അല്ലെങ്കിൽ സഹോദര നിർവിശേഷം നമ്മളുടെ അടുത്ത് സമീപിച്ച് എല്ലാവരും കേട്ടനുസരിക്കുന്നവരാ. നമ്മുടെ ശിഷ്യവൃന്ദവും വ്യാപകമായിട്ടുണ്ട്. ഇതിന്ന് എന്താ മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഞങ്ങളുടെ ലോകസംഗ്രഹം എന്ന് പറയുന്നത് കറതീർന്നതാ. മനുഷ്യൻ്റെ മനസ്സിൽ നുഴഞ്ഞു കയറാൻ, ബുദ്ധിയിൽ നുഴഞ്ഞു കയറാൻ, എന്നിട്ട് ഹൃദയത്തിന് വേണ്ടതുപോലെ പിടിച്ചടക്കാൻ സാധിക്കുന്ന സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, ആ വിവേക വിശേഷ വൈഭവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഗ്രഹം നടക്കുന്നത്.
സർക്കാരിൻ്റെ കയ്യിൽ അതല്ല ഉള്ളത്. അവർക്ക് നിയമം പാസ്സാക്കല. ഉടനെ നിയമം പാസ്സാക്കി ഒരു വകുപ്പിനെ ഏർപ്പെടുത്തി കടന്ന് ചാടൂ പിടിക്കൂന്നായി. ഇതിപ്പോൾ പറയണ കേട്ടില്ലേ, എന്തെങ്കിലും ഒരു കള്ളസന്യാസി എന്തെങ്കിലും ചെയ്ത ആശ്രമങ്ങളെ മുഴുവനും പരിശോധിക്കണമെന്ന. നാണാവില്ലേ അവർക്കിത് പറയാൻ? അങ്ങനെ ആവുമ്പോൾ ലോകത്തിലുള്ളവരെ എല്ലാ കള്ളന്മാരും ഗൃഹസ്ഥ വംശത്തിൽ നിന്ന് ജനിച്ചവരാണല്ലോ. അവർക്ക് ജനിച്ച കുട്ടികളാണ്. ഒരു ചെറുപ്പക്കാരൻ എന്തെങ്കിലും ചെയ്താൽ ഇവർ വീട്ടിൽ ജനിച്ചവനാ, സർവ്വ വീടും നമുക്ക് പരിശോധിക്കാമെന്ന് അവർ പറയുന്നില്ലല്ലോ. എന്താ ഈ സന്യാസാശ്രമങ്ങളെ മാത്രം പരിശോധിക്കണമെന്ന് പറയണേ? ചുരുങ്ങിയ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, ഭരണക്കാരുടെ വിവരക്കേട്, പാപ്പരത്തമാണ് ഇങ്ങനെയുള്ള അപ്രോച്ച്. ആശ്രമങ്ങൾ എന്ത് പഴച്ചു? ഒരാളൊരു കള്ളസന്യാസി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ തെറ്റ് ചെയ്യണില്ലേ? തെരഞ്ഞെടുത്തവർ അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കുറ്റം ചാർത്താറുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഭരണക്കാരെന്ത് വിചാരിക്കണം? ലോകസംഗ്രഹമാണ് അവർ നിർവഹിക്കണത് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പുറപ്പാടാവണം അവർക്ക്. നോക്കൂ, പടക്കളത്തിൽ വെച്ചാ സംസാരിക്കുന്നത് കൃഷ്ണൻ. പക്ഷെ അർജുനനെ ഉപദേശിക്കുമ്പോൾ എന്തെല്ലാം സിദ്ധാന്തപരമായി സൈദ്ധാന്തികമായി അദ്ദേഹം പറയണു, ആരെയൊക്കെ ഉദാഹരണത്തിനും മാതൃകയുമായിട്ട് കൊണ്ടുവരണമെന്ന്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ജനകൻ. യാജ്ഞവൽക്യനെ പോലെ, ഉദ്ദാലകനെ പോലെ, അങ്കിരസിനെ പോലെ, വ്യാസദേവനെ പോലെ, വാൽമീകി മഹർഷിയെ പോലെ ജനക മഹാരാജാവും വിശേഷപ്പെട്ട ഒരാളാണ്. ആ ജനക മഹാരാജാവിനെ ഉദാഹരിച്ച് പറയുക. അപ്പം ഞാൻ വിചാരിച്ചു ജനകനെ പറ്റി അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നുള്ളതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് പറയണമെന്ന് തോന്നുക, നിങ്ങൾക്ക് കേൾക്കാനും ഇഷ്ടം തോന്നുക. സുസുഖം ബത ജീവാമി യസ്യമേന അസ്തി കിഞ്ചന മിഥിലായാം പ്രദീപ്തായാം നമേ ദഹ്യതി കിഞ്ചന. ഈ കൊല്ലം മഴയില്ലാതെ വന്നു. ഇനിയും മഴ പെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ മഴയില്ലാത്തൊരു കുറവ് നമുക്ക് വരരുത്. സാധാരണ ഈ മഴയില്ലാതെ വന്നാൽ സർക്കാർ ഒന്നും ചെയ്യില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ദശരഥൻ്റെ കാലമാണെങ്കിൽ ഞാൻ വരെ ദശരഥനോട് പറയും, അതെ മഹാരാജാവേ മഴയില്ലല്ലോ, അപ്പം നമുക്ക് മഴ യഥാവിധി ഉണ്ടാവാനുള്ള ഒരു യാഗം നടത്തുക എന്ന് ഞാൻ പറയുമായിരുന്നു. നമ്മുടെ സർക്കാർ അതിലൊന്നും വിശ്വസിക്കില്ല, ചെയ്യാനും പുറപ്പെടില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പുറപ്പെട്ട അപഖ്യാതിയായി. മഴ നമ്മളെ അനുകൂലിക്കാതിരുന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ പറയുന്നത്? മഴ ശരിക്ക് പെയ്യുന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യൻ്റെ പെരുമാറ്റം നന്നായി നമ്മൾ വേണ്ടതുപോലെ മനസ്സുരുകി പ്രാർത്ഥിച്ചു യാചിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മേഘങ്ങൾ ധാരാളം കരിയും. അപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണത്. എല്ലാം അനുകൂലിച്ചാലേ നമുക്ക് സമ്പദ് സമൃദ്ധി ഉണ്ടാവുള്ളൂ. ഇപ്പം മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ധാന്യങ്ങൾക്ക് എന്ത് ചെയ്യും? എവിടെയാ പോവുക? ഉപായപ്പെട്ട രാജ്യമാണോ നമ്മുടെ? 123 കോടി ജനങ്ങളുണ്ട്. എല്ലാം ഉള്ളപ്പോൾ ആർക്കും അതിൻ്റെ തിക്കവും വിക്കവും അറിയില്ല. എങ്ങാനും ധാന്യങ്ങൾ ഇല്ലാതെ പോയാൽ എവിടുന്നാ കൊണ്ടുവരിക? ഡൽഹിയിൽ ഒരിക്കൽ ഉള്ളിയില്ലാതെ കഷ്ടപ്പെട്ട വർത്തമാനം നിങ്ങൾക്ക് അറിയാമോ? എവിടുന്നാ കിട്ടുക? മനുഷ്യർക്ക് പ്രകോപമായി പിന്നെ. അപ്പം ഇതിനെല്ലാറ്റിനും ഒരു സത്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സത്യത്തിലാണ് പ്രധാനം. അപ്പം അദ്ദേഹം പറയാണ്, സുസുഖം ബത ജീവാമി യസ്യമേന ആസ്തി കിഞ്ചന. ജനകൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഭരണകാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അധ്യാത്മമായിട്ടുള്ള ഒരു മനസ്ഥിതി തുറന്ന് വെളിപ്പെടുത്തുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ജനകൻ്റെ ഭരണകാര്യമല്ല ഞാൻ ഡിസ്കസ് ചെയ്യണത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഭരണക്കസേരയിൽ എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങേ അറ്റത്തെ നിസ്സംഗത. കൃഷ്ണൻ പറഞ്ഞത് അതാണല്ലോ, തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര. അസക്തനായി സർവ്വ പ്രവൃത്തികളും ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ആ അസക്തിയുടെ മൂർത്തിമദ്ഭാവമായിരുന്നു ജനക മഹാരാജാവ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എന്താ കാരണം? യസ്യമേനാസ്തി കിഞ്ചന. എനിക്ക് ഒന്നിനോടും എൻ്റെ ആണെന്നൊരു തോന്നലില്ല. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ദാസനായി ഭൃത്യനായി. ജനങ്ങൾ ജീവിക്കണമെങ്കിൽ അവർക്ക് ഒരു നിയമാന്തരീക്ഷം, ശാന്തി അന്തരീക്ഷം കൊടുക്കണം. അത് ഉറപ്പുവരുത്താൻ ഒരാൾ വേണം. അവർ തിരഞ്ഞെടുത്തില്ലെങ്കിലും പഴയ കാലം മുതൽക്ക് തിരഞ്ഞെടുത്ത ആ ഒരു കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ആ സിംഹാസനത്തിൽ അവരുടെ യജമാനനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവരില്ലെങ്കിൽ എനിക്ക് സിംഹാസനമില്ല. സിംഹാസനമുണ്ടെങ്കിലോ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തും വേണം. അങ്ങനെ ജനങ്ങളാണ് എൻ്റെ ഈ ഇരിപ്പിൽ എപ്പോഴും പ്രധാനം. എന്നെ താങ്ങി നിർത്തുന്നത് അവരാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. നോക്കുന്നത് അവരെ, കാണുന്നത് അവരെ. എൻ്റെ സിംഹാസനത്തെ താങ്ങുന്നതും അവരില്ലാതെ എനിക്ക് നിലനിൽപ്പില്ല എന്നൊരു വിചാരത്തോടു കൂടി ഞാൻ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു ഉടമസ്ഥാവകാശമോ അധീശത്വമോ ഒരു കാര്യത്തിലുമില്ല. മിഥിലായാം പ്രദീപ്തായാം.
അങ്ങനെ വരുമ്പോഴാണ് പറയണത് മിഥില എന്ന് പറയുന്ന ഈ രാജധാനി പ്രദീപ്തായാം, അത് അഗ്നിക്ക് ഇരയായി എന്നിരിക്കട്ടെ. മിഥിലായാം പ്രദീപ്തായാം നമേ ദഹ്യതി കിഞ്ചന, എൻ്റെ ദൃഷ്ടിയിൽ ഒരു സാധനവും ദഹിച്ചു പോകുന്നില്ല. പ്രകൃതി തന്നിട്ടുള്ള ഭൂമി, ആ ഭൂമിയിൽ ഭൂപ്രജകളായിരിക്കുന്ന മനുഷ്യർ, അവർ ബുദ്ധിയും പ്രവർത്തനക്ഷമതയും എല്ലാം ഉപയോഗിച്ച് കെട്ടിപ്പടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തുണ്ടോ ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ ഒരു സമ്പത്താണ്. അത് പ്രകൃതി കോപം കൊണ്ടോ മറ്റു പ്രകാരത്തിലോ അഗ്നിക്കിരയായി എന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഒരു പരിണാമം എന്ന് വിചാരിക്കുകയുള്ളൂ. എനിക്ക് നഷ്ടപ്പെട്ടു എന്നോ ഞാനാണ് ഉത്തരവാദി എന്നോ വിചാരിക്കാതെ അങ്ങനെ ആത്മപൂർണനായിരിക്കും എന്നാ പറയുന്നത്. ഇതൊരു വലിയ സെന്റൻസ് ആണപ്പ. ഭാരതത്തിൻ്റെ അധ്യാത്മ സംസ്കാരം എന്ത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണത്. ജനകന്റെ വാക്കുകൾ. അത് ഉപായപ്പെട്ട വാക്കല്ല, സാധാരണ ഒരു സന്യാസി പറഞ്ഞ വാക്കല്ല, യാത്രി പറഞ്ഞ വാക്കല്ല. സർവസമ്മതനായി സിംഹാസനത്തിലിരുന്ന് പ്രജാക്ഷേമം ഉറപ്പുവരുത്തി സർവസമ്മതനായിരിക്കുന്ന ഒരു ഭരണകർത്താവ് പറയുകയാണ്. അദ്ദേഹത്തിന് പ്രജകളുടെ അഭിനന്ദനം മാത്രമല്ല, തപോധനന്മാരുടെയും അഭിനന്ദനവും ആശംസയുമുണ്ട്. അങ്ങനെ ഒരു വിശേഷപ്പെട്ട മാതൃകാപുരുഷൻ പറയുന്നതാണ് മിഥിലായാം പ്രദീപ്തായാം. ഈ മിഥില എന്തെങ്കിലും കാരണത്താൽ അഗ്നിക്ക് ഇരയായി സർവ്വതും വെണ്ണീറായി എന്നുണ്ടെങ്കിലും നമേ ദഹ്യതി കിഞ്ചന, എൻ്റെ മനസ്സ് ചൂടുപിടിക്കില്ല. അതിനുള്ള പ്രതിവിധികൾ എന്താ, പിന്നെ ചെയ്യേണ്ടത് എന്താ എന്നുള്ളത് തണുത്ത മനസ്സോടുകൂടി ഞാൻ ആലോചിച്ച് പ്രവർത്തിക്കുമെങ്കിലും നഷ്ടബോധം എനിക്കുണ്ടാവില്ല എന്ന്. ലാഭമുണ്ടെങ്കിലല്ലേ നഷ്ടമുള്ളൂ, എൻ്റെ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിലല്ലേ അത് പോയി എന്നുള്ള വിചാരമുള്ളൂ. അത്രത്തോളം നിസ്സംഗനായി അസംഗനായി അസക്തനായിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? സാധാരണ എൻ്റെ പ്രേക്ഷകർ ബഹുഭൂരിപക്ഷവും നിങ്ങൾ പറയും, സ്വാമിജി പറയണതൊക്കെ കേൾക്കുന്നുണ്ട്, ഗൃഹസ്ഥന്മാരായ ഞങ്ങൾക്കിത് പറ്റുമോ പറ്റില്ല എന്ന്. ഗൃഹസ്ഥന്മാർക്കല്ലാതെ ആർക്കാ അത് പറ്റുക? ലോകത്തിൽ സന്യാസിമാർ എത്രയുണ്ട്? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ജനസംഖ്യയിലെ 99.999999 റെക്കറിങ് ശതമാനം ഇവിടെ ഗൃഹസ്ഥന്മാരാ, കുടുംബത്തിലുള്ളവരാ. സന്യാസിമാരുടെ ശതമാനം ദശാംശം ശതാംശം സഹസ്രാംശവും കൂടി ഉണ്ടാവില്ല. അപ്പൊ ഈ സിദ്ധാന്തം ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? മനുഷ്യരായി പിറന്നവർക്ക്, മനുഷ്യരായി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളതാ. ആ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അസന്യാസിമാരാ. അവർക്കുള്ളതാണ് ഈ ഉപദേശം മുഴുവനും. സന്യാസിമാർക്ക് ഒരു പക്ഷേ ഉപദേശം വേണ്ടാന്ന് പറയാം. എന്താ? അവരൊക്കെ തപസ് ചെയ്യുന്നവരും എല്ലാം വിട്ടിരിക്കുന്നവരാ. അവർക്കിപ്പോൾ ഒന്നും കേട്ടില്ലെങ്കിലും നന്നായിരിക്കാൻ അവർ വിചാരിച്ചാൽ സാധിക്കും. എന്താ അവർക്ക് വേണ്ടത്? ഒരു കുടീരം, തന്നെത്താനെ ഒരു പർണ്ണ കുടീരം ഉണ്ടാക്കുക. എന്നിട്ട് ഒന്നുമില്ലെങ്കിലോ വന്യ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ കഴിച്ചും കൂടാം. തപസ് ചെയ്തുകൊണ്ട് നിരുപദ്രവമായിരുന്ന അവരുടെ കാര്യം നടന്നു. അപ്പം അവർക്ക് വലിയത് ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ഗൃഹസ്ഥന്മാർക്കത് പറ്റില്ല. അവർക്ക് തപസ് വേണം, അവർക്ക് അറിവ് വേണം, അവർക്ക് യജ്ഞം വേണം, അവർക്ക് യാഗം വേണം. ബാക്കിയുള്ളവർക്ക് വേണ്ടി ക്ഷേമപരമായ പ്രവൃത്തികൾ ചെയ്യണം, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, മടി പാടില്ല, ധാരാളം പ്രൊഡക്ടിവിറ്റി അവരിൽ നിന്ന് ലോകത്തിന് കിട്ടണം. ഈ സർവ്വ നിബന്ധനകളും ആവശ്യങ്ങളും സംഭാവനകളും അവർക്കുള്ളതാണ്. ആ ആളുടെ മനസ്ഥിതി ചിത്രീകരിക്കുകയാണ്. വെൻ ദ ഹോൾ ഓഫ് മിഥില ഈസ് ബേൺഡ് ഐ ജനക ലൂസ് നത്തിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. നമ്മുടെ അഹങ്കാരം ഏതുവരെ തേഞ്ഞു പോകാം, ഇല്ലാതെയാകാം. നമ്മളിൽ അധീശ മനസ്ഥിതി എത്രത്തോളം നിലംപതിക്കാം, നമ്മുടെ മനസ്സ് എത്ര കണ്ട് പവിത്രമാകാം, ബുദ്ധിക്ക് ആശയത്തെളിച്ചം എതുവരെ ആകാം. ഒരു മനുഷ്യൻ നശ്വരനായ മനുഷ്യൻ ഏതുവരെ അനശ്വര ബോധത്തിൽ ആറാടിക്കൊണ്ടിരിക്കാം. താൻ എന്ന് പറയുന്ന വ്യക്തിത്വമില്ല. ഈശ്വരൻ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്ന ബൃഹത് വ്യക്തിത്വമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ വിരലിൻ്റെ തുമ്പ് പോലെയോ നെഹത്തുമ്പ് പോലെയാണ് ഒരു മനുഷ്യൻ. ആ ആൾ രാജാവാകട്ടെ, പ്രധാനമന്ത്രി ആകട്ടെ, പ്രസിഡന്റ് ആകട്ടെ, എല്ലാവരും അതിൻ്റെ ഓരോ തുമ്പും വക്കുമാണ് എന്നുള്ള വിചാരത്തിൽ ആ ഇൻഡിവിജ്വാലിറ്റി, തൻ്റെ ഇൻഡിവിജ്വൽ ഈഗോ ഉണ്ടല്ലോ, വ്യക്തിയമായിരിക്കുന്ന അഹങ്കാരം, അതങ്ങോട്ട് അസ്തമിച്ച് ബൃഹത് ഭാവം, വ്യാപകമായ ഒരു മനസ്ഥിതി ഉള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വരുന്നത്.
സുസുഖം ബത ജീവാമി യസ്യ മേ നാസ്തി കിഞ്ചന മിഥിലായാം പ്രദീപ്തായാം നമേ ദഹ്യതി കിഞ്ചന. യോഗവാസിഷ്ഠ രാമായണത്തിൽ വസിഷ്ഠരും പറയുന്നുണ്ടല്ലോ രാമനോട്. അപ്പൊ വസിഷ്ഠ മഹർഷി ശ്രീരാമന് 16 വയസ്സുള്ളപ്പോഴാണ് ഉപദേശം കൊടുത്തത്. പിന്നീടാണ് ജനകനായിട്ടുള്ള ബന്ധം. അവിടെ പറയുകയാണ് ജനകനെ ഉദാഹരിച്ചുകൊണ്ട്, രാജ്യം കുറുവൻ വിദേഹാനാം ജനകോ ജനജീവിതം നൈവ ഹർഷ വിഷാദാഭ്യാം സോവശഃ പരിതപ്യതേ. രാജ്യം കുറുവൻ വിദേഹാനാം ജനകോ ജനജീവിതം. ജനകൻ സിംഹാസനത്തിലിരുന്ന് വിദേഹന്മാരുടെ രാജ്യം ഭരിക്കുകയാണ്. ആ രാജ്യം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മാനദണ്ഡം അല്ലെങ്കിൽ മൂല്യം അല്ലെങ്കിൽ സിദ്ധാന്തം എന്തായിരുന്നു? രാജ്യം കുർവൻ വിദേഹാനാം ജനകോ ജനജീവിതം നൈവ ഹർഷ വിഷാദാഭ്യാം സോവശഃ പരിതപ്യതേ. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പരിതാപം മനസ്സിന് കിട്ടിയിട്ടില്ല അത്രേ. എങ്ങനെയാ? നൈവ ഹർഷ വിഷാദാഭ്യാം. മനുഷ്യന് 2 പ്രതികരണമോ അനുഭവമേ ഉള്ളൂ മനസ്സിൽ, മൂന്നാമതൊരെണ്ണമില്ല. ഒന്നിലോ സന്തോഷം, ആ സന്തോഷം ഉദ്ദേശിച്ചത് കിട്ടിയതുകൊണ്ടാവാം, അനുകൂല പരിസ്ഥിതിയാവാം, ഇഷ്ടവിവാഹം, ഇഷ്ടസന്താന ജനനം, ഉദ്ദേശിച്ച ശമ്പളം, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പ്രതീക്ഷിച്ചതൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷം, കിട്ടിയില്ലെങ്കിലോ അസന്തോഷം. ഉള്ളതിൽ സന്തോഷം, ഇല്ലാത്തതിൽ പരിതാപം. അപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആ സംഭവത്തിൽ നിന്ന് മനസ്ഥലത്തിൽ ഉണ്ടാവുന്ന പ്രതികരണം 2 ഹർഷവിഷാദാഭ്യാം. ഒന്നുകിൽ ഉദ്ദേശിച്ചത് കിട്ടിയെന്നൊരു സന്തോഷം, മനസ്സിൻ്റെ ഒരു തുള്ളൽ. മറ്റതോ കിട്ടിയില്ലല്ലോ, പോയി. രാജ്യം കുറുവൻ, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രാജാവിന് തൻ്റെ രാജ്യത്തിലുള്ള പ്രജകൾ മുഴുവൻ സ്വകുടുംബാംഗങ്ങളാണ്. ഒരു വീട്ടിൽ 5 ആളുണ്ട്. ആ കുടുംബം നടത്തുമ്പോൾ തന്നെ ആ 5 ആളുടെയും മനോഭാവങ്ങൾക്കനുസരിച്ച് ഗൃഹനാഥൻ്റെ മനസ്ഥിതിയും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രജകളെല്ലാവരും ഉള്ള സമയത്ത് അവരെ ചൊല്ലി പല വിധത്തിലുള്ള ആവലാദികളും സന്തോഷങ്ങളും നമുക്കുണ്ടാവാം. അങ്ങനെ എന്തു വന്നാലും നൈവ ഹർഷ വിഷാദാഭ്യാം പരിതപ്യതേ. ഹർഷം വിഷാദം എന്ന് പറയുന്ന സംഗതികളെ കൊണ്ട് ഒരിക്കലും ഒരു പരിതാപം ഉണ്ടായിട്ടില്ല അത്രേ. വാസ്തവത്തിൽ ഇത് രണ്ടുമല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഈ ദ്വന്ദ്വങ്ങളെ കവച്ചു വെച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. അതാ കൃഷ്ണൻ തന്നെ പറയുണ്ടായി, നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേന്ന്. നിർദ്വന്ദ്വനായിരിക്കുന്നവനുണ്ടല്ലോ, അയാളാണ് സുഖത്തോടുകൂടി ബന്ധാത് പ്രമുച്യതേ, ബന്ധമില്ലാതെ ഇരിക്കുന്നവൻ. അപ്പം നിങ്ങൾ ഈ അധ്യാത്മം എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ആരും വിചാരിക്കരുത്, അയ്യോ അത് വലിയ ഒരു കോണിയാ, അതിൽ കയറാൻ പറ്റില്ല, പർവ്വതമാണ്, ശിഖരമാണ്, സമുദ്രമാണ്, അപ്പുറത്താണ്, താണ്ടിക്കിടക്കാൻ പറ്റില്ല. ഈ വാക്കുകളൊന്നും എന്നോട് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, നമ്മുടെ ശാസ്ത്രവും സമ്മതിക്കില്ല. നിങ്ങൾക്ക് 2 കാര്യങ്ങളിലേ ശ്രദ്ധ വയ്ക്കേണ്ടതുള്ളൂ. ഹർഷവിഷാദം. നിങ്ങളുടെ മനസ്സിനെ വേണ്ടതുപോലെ പരിശോധിച്ച് ലോകജീവിതത്തിനെ മുഴുവൻ വിലയിരുത്തി കൊണ്ടുവന്നാൽ പ്രതിദിനം, പ്രതിവർഷം, പ്രതിമാസം, പ്രതിപക്ഷം, പ്രതിവാരം, പ്രതിദശാബ്ദം, പ്രതിശതാബ്ദം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നത് ഹർഷം വിഷാദം, ഹർഷം വിഷാദം, ഇഷ്ടം അനിഷ്ടം, ശത്രു മിത്രം, ഇങ്ങനെ കാര്യങ്ങളാണ്. ഈ ദ്വന്ദ്വങ്ങളിലാണ് നമ്മുടെ മനസ്സ് കിടന്ന് കളിക്കുന്നത്. അത് 2ലും സമഭാവത്തോടു കൂടി ഇരുന്ന് 2നും വശപ്പെടുത്താൻ പറ്റാതെ ഇരിക്കുന്ന പക്ഷം നമ്മൾ ജയിച്ചു. ആരെ ജയിച്ചു? ലോകത്തിനെ ജയിച്ചു, ലോക ജീവിതത്തെ ജയിച്ചു. ഈ ലോകം മുഴുവനും നമുക്ക് തരാനുള്ളത് 2 കാര്യമാണ്. അതിൽ നമ്മളെ വെള്ളത്തിൽ പൊന്തിക്കിടക്കണമാതിരി പൊന്തിക്കിടക്കാൻ സാധിച്ചാൽ പിന്നെ ഒന്നും നമുക്കിവിടെ വേണ്ട. ഹർഷവിഷാദാഭ്യാം ന പരിതപ്യതേ എന്നാ പറയുന്നത്. അതാണ് അദ്ദേഹം മിഥില തീപിടിച്ച് നശിച്ചാൽ പോലും എനിക്ക് വിഷാദമുണ്ടാവില്ല എന്ന് പറയുന്നത്. അതാ സുഷുപ്താവസ്ഥിതസ്യൈവ ജനകസ്യ മഹീപതേഃ ഭാവനാഃ സർവഭാവേഭ്യഃ സർവഥൈവാസ്തമാഗതാഃ. സുഷുപ്താവസ്ഥിതസ്യൈവ ജനകസ്യ മഹീപതേഃ. ജനകസ്യ മഹീപതേഃ, മഹീപതി രാജാവ്, ചക്രവർത്തി. ജനകസ്യ ജനക മഹാചക്രവർത്തി ഉണ്ടല്ലോ,
അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥിതിയെ എങ്ങനെ ചിത്രീകരിക്കണം? സുഷുപ്താവസ്ഥിതസ്യൈവ. കള്ളന്മാർ കിടന്നുറങ്ങും, പോലീസുകാർ കിടന്നുറങ്ങും, സാമൂഹ്യദ്രോഹികൾ കിടന്നുറങ്ങും, ചതിയന്മാർ കിടന്നുറങ്ങും, ദുഷ്ടന്മാർ കിടന്നുറങ്ങും, ഭൂസുര ശ്രേഷ്ഠന്മാർ കിടന്നുറങ്ങും, സന്യാസിമാരും തപസ്വികളും കിടന്നുറങ്ങും. എല്ലാ തരത്തിലുള്ള ആൾക്കാരും കിടന്നുറങ്ങും. ഉറങ്ങുന്ന സമയത്ത് അവർക്ക് വല്ല വ്യത്യാസമോ വ്യത്യസ്ത അനുഭവം ഉണ്ടോ? പാപികൾ ഉറങ്ങുമ്പോൾ പാപത്തിൽ നിന്ന് മുക്തരായിട്ടാണ് ഉറങ്ങുന്നത്. പുണ്യവാന്മാർ ഉറങ്ങുമ്പോഴോ അതിൽ നിന്നും മുക്തരായിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള സ്ഥിതി ഉണ്ടല്ലോ, 6, 7, 8 മണിക്കൂർ കിടന്നുറങ്ങുന്നുണ്ടല്ലോ, ആ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സ്പർശമോ ബാധയോ ഉറങ്ങുന്ന ആളിലില്ല. ഇത് നിങ്ങൾ സമ്മതിക്കുമോ? അതോ ഇത് സമ്മതിക്കാനും വിഷമാണോ? പ്രത്യേകമായിട്ട് നിങ്ങളെ പഠിപ്പിക്കണോ അതിന്? നമ്മുടെ വിഷമങ്ങൾ മുഴുവനും ഉറങ്ങുന്നത് വരെയാ, ഉറങ്ങി എണീറ്റാലുവാ. ഉറക്കം എന്നൊരവസ്ഥ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട്. അതാരാ ഉണ്ടാക്കിയിരിക്കുന്നത്? ലോകമല്ല. നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ 3 ദശ അവസ്ഥകളുള്ളതാണ്. ഒന്ന് ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്നത്. അതിന് നേരെ വിപരീതം ഉറക്കം. ഈ ഉറക്കത്തിലും ജാഗ്രതത്തിനും മധ്യത്തിൽ മനസ്സങ്ങോട്ട് പെട്ടെന്ന് സ്ലിപ്പ് ചെയ്തിട്ടാണ് സ്വപ്നലോകം ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഉണരുകയും ചെയ്യും. ഇങ്ങനെ 3 അവസ്ഥകൾ മനുഷ്യന് നമ്മൾ സമ്പാദിച്ചതല്ല, പ്രകൃതി തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ തൊടുത്തു വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തെല്ലാം കീഴ്താളം മറിഞ്ഞാലും, എത്ര ദുഃഖിച്ചാലും, കരഞ്ഞാലും, വേവലാതിപ്പെട്ടാലും, ആശിച്ചാലും, പരാതി പറഞ്ഞാലും അതൊക്കെ ജാഗ്രത അവസ്ഥയിലാണ്. ഉറക്കത്തിൽ അതിൻ്റെ യാതൊരു സ്പർശവുമില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ സാധ്യമാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ ഉറക്കത്തിനെ പോലെ ജീവിക്കണം എന്നാണ് പറയുന്നത്. സുഷുപ്താവസ്ഥിതസ്യൈവ. സുഷുപ്തിയിൽ നമ്മുടെ ഉൾവ്യക്തിത്വം എങ്ങനെയുണ്ടോ അതേപോലെ ആ വ്യക്തിത്വത്തെ ഉണർന്നിരിക്കുമ്പോഴും ഉള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മുടെ കണ്ണ്, ഇന്ദ്രിയങ്ങൾ കാണും, സമ്പർക്കം നടത്തും. നമ്മുടെ വായ സംസാരിക്കും. മനസ്സിൽ ഈ സമ്പർക്കങ്ങളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവും. ബുദ്ധി അതിനെപ്പറ്റി ആലോചിക്കും. അഹങ്കാരവും ഉണ്ടാവും അവിടെ. പക്ഷേ ഈ കോശങ്ങൾക്കെല്ലാം അപ്പുറത്ത് എങ്ങനെ ജാഗ്രത വിട്ട് കിടന്നുറങ്ങിയോ ആ ഉറങ്ങിയെടുത്ത ആ കേന്ദ്രീയമായിരിക്കുന്ന ഒരു ശാന്ത വ്യക്തിത്വം നമ്മളിലുണ്ട്. അതിനെ കൂടുതൽ കൂടുതൽ ഉണർന്ന് 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 ആ വെളിച്ചത്തിൽ ജാഗ്രത അവസ്ഥയിൽ വ്യവഹാരമെല്ലാം നടത്തുമ്പോൾ സുഷുപ്താവസ്ഥിതസ്യൈവ എന്നൊരു നില വരും. നമ്മുടെ മനസ്സ് ആ സുഷുപ്തിയിൽ നുണഞ്ഞ ആ സംഗതി ഉണ്ടല്ലോ, ആ ആത്മാനന്ദം, അതിനെ ഓർമ്മ വെച്ചുകൊണ്ട് സുഷുപ്തിയെപ്പോലെ ജാഗ്രതയിൽ ജീവിക്കാൻ സാധിക്കണം. ഭാവനാഹ സർവഭാവേഭ്യഃ സർവഥൈവാസ്തമാഗതാഃ. പല കാര്യങ്ങളെയും കുറിച്ച് ആലോചിച്ച് പല വിധത്തിലുള്ള ഭാവങ്ങളും പ്രതികരണങ്ങളും വികാരങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഉണ്ടല്ലോ, അത് മുഴുവനും സർവഥാ ഏവ അസ്തമാഗതാഃ. മനസ്സിൽ തന്നെ സർവ്വതും ഉപശമിച്ചു കഴിഞ്ഞു എന്ന്. നമ്മുടെ മനസ്സിൽ നിന്നാണ് ആഗ്രഹം, മനസ്സ് തൊടുക്കുന്നതാണ് കോപം, ആ മനസ്സ് തൊടുക്കുന്നതാണ് മത്സരം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ അപ്പാ? ഈ മനസ്സ് തൊടുക്കുന്നതാണല്ലോ എല്ലാ ചിന്തകളും ആശയങ്ങളും. ആ ആശയങ്ങളിൽ നിന്ന് സ്ഫുരിക്കുന്നതല്ലേ സർവ്വവികാരങ്ങളും. ഇപ്പോൾ ഒരു സമയത്ത് നമുക്ക് ആശ തോന്നി, പിന്നെ ഒരു സമയത്ത് വെറുപ്പ് തോന്നി. അത് രണ്ടും വിട്ടിട്ട് പിന്നെ ഒരു സമയത്തോ ഉപേക്ഷാബുദ്ധി തോന്നി. അപ്പോൾ ഓരോന്നിനെയും വിട്ട് ഓരോരോ ഭിന്നഭാവങ്ങളോ വ്യത്യസ്ത ഭാവങ്ങളോ തൊടുക്കുന്ന മനസ്സിൽ ഓരോന്നും പര്യവസാനിക്കുന്നുണ്ടല്ലോ, ശമിക്കുന്നുണ്ടല്ലോ. ആശ പുറപ്പെട്ടു മനസ്സിൽ നിന്ന്. ആ ആശ വിട്ടിട്ട് പിന്നെ നിരാശയായി. അപ്പം ഈ ആശ മനസ്സിൽ അസ്തമിച്ചിട്ടല്ലേ നിരാശ പുറപ്പെടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിരാശയും പോയി. അങ്ങനെ എല്ലാ ഭാവങ്ങളും പുറപ്പെടുന്നത് പോലെ അതേ മനസ്സിലല്ലേ മുങ്ങി അലിഞ്ഞു പോണതും. അപ്പം ഈ മനസ്സിനുള്ള ശക്തിയും സ്വഭാവവും എന്താ? എല്ലാ ഭാവങ്ങളെയും ഉണ്ടാക്കുന്നത് പോലെ എല്ലാ ഭാവങ്ങളെയും ഉപശമിപ്പിക്കാനും മനസ്സിന് ശക്തിയുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. ഈ സത്യം മനസ്സിലാക്കി ഭാവങ്ങൾ എന്തിനെ ചൊല്ലി ഉണ്ടായാലും ഭാവങ്ങൾ തൊടുക്കുന്നത് എൻ്റെ മനസ്സാണ്, ആ മനസ്സിലാണ് അതിൻ്റെ ഉദ്ഭവം, അതേ മനസ്സിൽ അതിന് അസ്തമനവുമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാറ്റിനെയും അസ്തമിപ്പിച്ചിരിക്കുന്നു ആര്? ജനകൻ. നിങ്ങളിത് മനസ്സിലാക്കണില്ല എന്നാ.
നമ്മുടെ മനസ്സ് തൊടുക്കണമെന്നേ നിങ്ങൾ പറയുന്നുള്ളൂ. തൊടുക്കുന്ന മാതിരി ഓരോന്നിനെയും അത് വിടുന്നുണ്ടല്ലോ. അപ്പം മനസ്സിനെ എല്ലാറ്റിനെയും വിടാനുള്ള ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി തൊടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സേ നിന്നിൽ നിന്നാണ് വന്നിരിക്കുന്നത്, നിന്നിൽ തന്നെ ഇത് അസ്തമിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും അസ്തമിപ്പിക്കാനുള്ള ഒരു പ്രചോദനം, നിർബന്ധം നമ്മളിൽ ഉണ്ടാവണം. ഭാവേഭ്യഃ ഭാവനാഃ സർവഥാ ഏവ അസ്തമാഗതാഃ. ജനകന്റെ മനസ്സിൽ ഭാവവൈവിധ്യമില്ല, വികാര വൈവിധ്യമില്ല, സങ്കല്പ വൈവിധ്യമില്ല, മോഹമില്ല, ഭ്രമമില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, അഭിമാനമില്ല. എല്ലാറ്റിനെയും ആ വിശാലമായിരിക്കുന്ന മനസ്സ് അന്തരംഗത്തിൽ അങ്ങോട്ട് അസ്തമിപ്പിച്ചു എന്ന്. അങ്ങനെ വരുമ്പോഴാണ് സുഷുപ്താവസ്ഥിതസ്യൈവ ജനകസ്യ മഹീപതേഃ. ഉറക്കത്തിൽ ഒരു മനുഷ്യൻ ചാവണില്ല. ആ ആളുടെ ഉള്ളിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഒരു സാധനം നമ്മൾക്ക് നഷ്ടപ്പെടുന്നില്ല. ശരീരത്തിൽ കഴിച്ച ഭക്ഷണം ദഹിച്ച് രക്തമായിക്കൊണ്ടിരിക്കും. ശ്വാസോച്ഛ്വാസം മുറക്കി നടക്കണു, രക്തസഞ്ചാരം മുറക്കി നടക്കണു, മലവും മൂത്രവും മുറക്കി ഉണ്ടാവണു. എന്താ കുറവ്? ഉറങ്ങുന്ന സമയത്ത് ഒന്നുമില്ല. ഒരു കാര്യമുണ്ട്, ഒരു തരത്തിലുള്ള അലട്ടും ആവശ്യവുമില്ല. അതുപോലെ ആയിത്തീരും ഈ ഉണർന്നിരിക്കുന്ന സമയത്ത്. അതായിരുന്നു ജനകന്റെ സ്ഥിതി. ഭവിഷ്യം നാനുസന്ധത്തെ നാതീതം ചിന്തയത്യസൗ വർത്തമാന നിമേഷം തു ഹസന്നേവ അനുവർത്തതേ. ഭവിഷ്യം നാനുസന്ധത്തെ നാതീതം ചിന്തയത്യസൗ. ഭവിഷ്യം നാനുസന്ധത്തെ നാതീതം ചിന്തയത്യസൗ വർത്തമാന നിമേഷം തു ഹസന്നേവ അനുവർത്തതേ. ഭവിഷ്യം നാനുസന്ധത്തെ എന്താ അതിനർത്ഥം? വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോൾ നോക്കിയാലും മുഖത്ത് ഇന്നലെയാണ് തോന്നുന്നു ഒരു ടെലിഫോൺ കോൾ വന്നു. എൻ്റെ മകള് സ്വാമിജിയോട് സംസാരിക്കാണ്ടിരിക്കുക, എന്താ വിശേഷം? നാളെ അവരുടെ റിസൾട്ട് വരാൻ പോവാ. അപ്പം നീ നാളെ റിസൾട്ട് ഉള്ള റിസൾട്ടല്ലേ വരാൻ പോണേപ്പാ. അപ്പം ഇന്നിപ്പോൾ നാളെ റിസൾട്ട് വരുന്നതിനെ പറ്റി ഇന്നെന്തിനാ അവലാതിപ്പെടണേ? ചിലർ ഗർഭമായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അതേ പ്രസവിക്കാൻ പോണു. അപ്പം ഞാൻ പറയും, നിങ്ങൾ എന്ത് വിട്ടിത്താ പറയണേ? നിങ്ങൾ എന്താ അനുഗ്രഹിക്കണം എന്ന് പറയണേ? എനിക്കൊരു ആൺകുട്ടി വേണമെന്ന് ഞാൻ അനുഗ്രഹിച്ചു. അവിടെ ഉണ്ടാവുന്നത് പെൺകുട്ടിയാണെങ്കിലോ? ഞാൻ അനുഗ്രഹിച്ചത് ആൺകുട്ടി ആവാൻ പുറപ്പെട്ടത് ശരിയായില്ലെങ്കിലോ? ഏതോ ഒരു കുട്ടി ജനിക്കാൻ പോണു, അത് പെണ്ണോ ആണോ ആണ്. അതിൽ നിങ്ങൾ പെണ്ണ് വേണം ആണ് വേണം എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇനിയിപ്പോൾ പെൺകുട്ടിയാണ് അവിടെ പ്രകൃതി ആരംഭിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനോ മറ്റൊരാളോ അനുഗ്രഹിച്ച് ആണാവണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലിംഗപരിവർത്തനം നടക്കണ്ടേ? ഇപ്പം ഈ കുട്ടിയുടെ റിസൾട്ട് വരാൻ പോണു. എന്ത് റിസൾട്ടാണ് വരാൻ പോണേ? പ്രഖ്യാപനമാണ് നാളെ. റിസൾട്ടൊക്കെ കഴിഞ്ഞു, പുസ്തകം ആൻസർ പേപ്പർ വെരിഫൈ ചെയ്തു, മാർക്കൊക്കെ ഇട്ടു. അപ്പോൾ അവർക്ക് പറയുകയാണ് നാളെ വരാൻ പോണു, എന്നെ അനുഗ്രഹിക്കേണ്ട എപ്പോഴും ഉണ്ട്. റിസൾട്ട് വരുന്നതിന് മുമ്പും ഉണ്ട്, വന്നതിന് ശേഷമുണ്ട് എന്ന് പറയും ഞാൻ. ഭവിഷ്യം നാനുസന്ധത്തെ. ഈ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും വരില്ല. ഇപ്പം നമുക്ക് മഴ കുറവാന്ന് പറയുന്നു. എന്താ കാരണം? മഴയ്ക്കുള്ള മേഘങ്ങൾ വന്നെത്തുന്നില്ല. മേഘങ്ങളോ എത്രയോ മുമ്പ് ഉത്പാദനം കഴിഞ്ഞതാണ്. കാറ്റിൻ്റെ ഗതി അനുസരിച്ച്, ഭൂമിയുടെ ഭ്രമണമനുസരിച്ച് എന്താ മഴ പെയ്യണത് എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി ഇന്നും പറയാനില്ല എന്നാ പറയണേ. നമ്മൾ വിചാരിക്കും മഴ പെയ്തിട്ടാണ് കാടുണ്ടാവുന്നത് എന്ന്. വേറെ ഒരു കൂട്ടർ പറയണു കാടുള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്ന്. അപ്പം ആദ്യത്തെ കാട് എങ്ങനെ ഉണ്ടായി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാട് മഴ പെയ്തിട്ടല്ലേ ഉണ്ടായത്? അപ്പം കാട് വേണോ മഴ പെയ്യാൻ? ചോദ്യം വലിയ ചോദ്യമാണപ്പാ. മരുഭൂമിയിൽ പോലും മഴ പെയ്യണു, എന്നിട്ട് അവിടെ സസ്യങ്ങൾ പൊട്ടിമുളയ്ക്കണു. അപ്പം ഈ മഴ എന്ന് പറഞ്ഞാൽ അവർഷകസ്യാഭിച വർഷകസ്യ ദേവാനജാനന്തി കുതോ മനുഷ്യ എന്നൊരു മഹാവാക്യമുണ്ട്. എപ്പോൾ മഴ പെയ്യും എപ്പോൾ മഴ പെയ്യില്ല എന്നുള്ളത് ദേവന്മാർക്ക് പോലും പറയാൻ പറ്റില്ല, എന്നിട്ടാണോ മനുഷ്യൻ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ചിലപ്പോൾ പറയും മഴ മഹാമോശാന്ന്, അന്ന് നല്ലോണം പെയ്യും. അന്നെന്ന് വെച്ചാൽ ആ കാലത്ത്. അപ്പം നമ്മളൊരു കാര്യം നല്ലപോലെ മനസ്സിലാക്കണം. ഭവിഷ്യം, വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? വർത്തമാനം ഭൂതത്തെ പിന്തുടരുന്നതാണ്. ഭവിഷ്യത് കാലം വർത്തമാനത്തെ പിന്തുടരുന്നതാണ്. ഇങ്ങനെ ഭൂതം വർത്തമാനം ഭവിഷ്യം, ഭൂതം വർത്തമാനം ഭവിഷ്യം. ഈ ഭവിഷ്യത്തിനെ പിന്തുടരുന്നതാണ് ഭൂതം.
ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക രാപ്പകൽ പോലെ. അപ്പം പെട്ടെന്നൊരു ഭവിഷ്യത്ത് വരില്ല, പെട്ടെന്നൊന്നും വരാതെ ഇരിക്കില്ല. എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്, ഒരു ചിട്ടയുണ്ട് എന്ന്. ഞാൻ ഇംഗ്ലീഷിലുള്ള ചില ലൈൻസ് വരികളൊക്കെ എഴുതി കൊടുക്കും. ഈ സംസ്കൃതം എല്ലാവർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഒരാൾ പറഞ്ഞു, സ്വാമിജി എനിക്ക് എഴുതി തരൂ, എനിക്ക് പോയട്രി വലിയ ഇഷ്ടമാണെന്ന്. വേഗം കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തൊരു ഷീറ്റ് കൊടുക്കാൻ പറഞ്ഞു. അതിൽ ഒരു പോയട്രി ഞാൻ പറയാൻ കേട്ടോളൂ. ദ സ്റ്റാർസ് കം നൈറ്റ്ലി ടു ദ സ്കൈ, ദ ടൈഡൽ വേവ്സ് അൺടു ദ സീ, സോ ഫ്ലോസ് ദ ഗുഡ് വിത്ത് ഈക്വൽ ലോ അൺടു ദ സോൾ ഓഫ് പ്യൂർ ഡിലൈറ്റ്. ദ സ്റ്റാർസ് കം നൈറ്റ്ലി ടു ദ സ്കൈ. എന്താ അതിന് അർത്ഥം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നക്ഷത്രങ്ങളുണ്ടല്ലോ, പകല് നോക്കിയാൽ നക്ഷത്രം കാണുമോ? ഇല്ല. ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടല്ലോ. പിന്നെ എന്താ കാണാത്തത്? രാത്രിയെ കാണൂ. അപ്പം രാത്രി എന്ന് പറയുന്നത് വന്നു. ആ രാത്രി ഉദിക്കുന്നതോടുകൂടി നക്ഷത്രങ്ങൾ വെളിപ്പെട്ടു. അപ്പം രാത്രിയാണ് നക്ഷത്രങ്ങളെ കൊണ്ടുവരുന്നത്. ഇപ്പം ദ സ്റ്റാർസ് കം നൈറ്റ്ലി ടു ദ സ്കൈ. അപ്പം രാത്രികാലത്തിൽ നക്ഷത്രങ്ങൾ എങ്ങനെയാണോ ആകാശത്തിലേക്ക് വരുന്നത്. ദ ടൈഡൽ വേവ്സ് അൺടു ദ സീ. സമുദ്രം വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക. പക്ഷേ ചില സമയത്ത് അതിൽ വേലിയേറ്റം ഉണ്ടാവുന്നു. സമുദ്രമാണോ ഈ വേലിയേറ്റം ഉണ്ടാക്കുന്നത്? അല്ല. സമുദ്രം ഭൂമിയിലാണ്. ഭൂമി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഭൂമിയെ ചുറ്റിത്തിരിയുന്ന ഒരു ചന്ദ്രനുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആ ചന്ദ്രൻ്റെ പക്ഷഭേദം കൊണ്ടുണ്ടാവുന്നതാണ് ഈ വേലിയിറക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചന്ദ്രൻ തന്നെ എന്തിനത് അങ്ങനെ ആവണു എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടില്ല. എന്തായാലും ഒന്ന് തീരുമാനിക്കാം, സമുദ്രത്തിലെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവുന്നുണ്ട്. രാത്രി ആയാൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ വന്നു കയറി. അതുപോലെയാണ് എന്ന് പറയുന്നു നമ്മുടെ കവി. സോ ഫ്ലോസ് ദ ഗുഡ് വിത്ത് ഈക്വൽ ലോ. ഈ രണ്ട് കാര്യങ്ങളിൽ എത്രത്തോളം പ്രകൃതിയുടെ നിയമങ്ങളും വ്യവസ്ഥകളും ക്രമങ്ങളും മുറകളും ചിട്ടകളും ഉണ്ടോ, അതേപോലെയാണ് ഈ ലോകത്തിൽ നന്മ, അനുഗ്രഹം, അനുഭാവം എന്ന് പറയുന്നത്. ഈക്വൽ ലോ. അതേമാതിരി അനിഷേധ്യമായ നിയമത്തിന് വിധേയമായിട്ടാണ് ഒരുത്തനിൽ അല്ലെങ്കിൽ ലോകത്തിൽ നന്മ ഉണ്ടാകുന്നതും അനുഗ്രഹം ഉണ്ടാകുന്നതും. അൺടു ദ സോൾ ഓഫ് പ്യൂർ ഡിലൈറ്റ്. ആർക്കാണ് ഈ നന്മ വരിക, നന്മ അനുഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ അൺടു ദ സോൾ ഓഫ് പ്യൂർ ഡിലൈറ്റ്. ഏത് വ്യക്തിയാണോ തൻ്റെ സന്തോഷത്തെ ശുദ്ധമാക്കി നിർത്തുന്നത്, പവിത്രമാക്കി നിർത്തുന്നത്, ആ പവിത്ര ഹൃദയൻ ആരുണ്ടോ ആ പവിത്ര ഹൃദയനിലേക്ക് ഈ രാത്രികാലത്ത് നക്ഷത്രത്തിൽ വരുന്നത് പോലെ, സമുദ്രത്തിൽ വേലിയേറ്റം ഇറക്കമുണ്ടാവുന്നത് പോലെ നന്മ ആ ആളെ തേടി പിടിച്ചു വന്ന് അനുഗ്രഹിക്കുന്നു. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഭവിഷ്യം നാനുസന്ധത്തെ. നിങ്ങൾ ഒരൊറ്റ ആൾ ഭവിഷ്യത് കാലത്തിനെ പറ്റി പേടിക്കരുത്. അതിൻ്റെ പാട്ടിൽ വന്നോട്ടെ. നാളുകൾ ഉണ്ടായാലാണ്, പകലുണ്ടായാലാണ് രാത്രി. പകല് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. പകലുണ്ടായാൽ രാത്രി ഉണ്ടാവും. പകലും രാത്രിയും കഴിഞ്ഞാൽ പിന്നെ ഒരു പകലുണ്ടാവും. ഭൂമിയുടെ ഭ്രമണമനുസരിച്ച് നാളുകളിങ്ങനെ നീങ്ങും. അപ്പം ആ നാളുകളുടെ നീക്കമാണ് ഒന്നിനെ ഭൂതവും ഒന്നിനെ വർത്തമാനവും ഒന്നിനെ ഭാവിയുമാക്കി നിർത്തുന്നത്. അപ്പം ഭൂതവർത്തമാന ഭാവി എന്ന് പറയുന്നത് ഒരു ചക്രമാണ്. മുമ്പ് പറഞ്ഞല്ലോ, ഏവം പ്രവർത്തിതം ചക്രം എന്ന്. അതേമാതിരി ഒരു ചക്രമാണ് സമയത്തിൻ്റെ. ആ ചക്രത്തിൽപ്പെട്ട ഭവിഷ്യത്തുണ്ടല്ലോ, ആ ഭവിഷ്യത്തിനെ പറ്റി നമ്മൾ വറീജിയേ വേണ്ട, ആലോചിച്ച് വിഷമിക്കേണ്ട. ഭവിഷ്യം നാനുസന്ധത്തെ. അപ്പൊ ജനകൻ പറയാണ്, ഒരിക്കലും ഞാൻ വരാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ കഷ്ടപ്പെടാറില്ല. നാതീതം ചിന്തയത്യസൗ. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? കഴിഞ്ഞു പോയതിനെക്കുറിച്ച്. എന്ത്? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചേ. കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ചിന്തിക്കണേ? നമ്മുടെ യുധിഷ്ഠിരന് വന്ന വിഷമം എന്താ? മഹാഭാരത യുദ്ധത്തിന് മുമ്പ് അർജുനായിരുന്നു വിഷമം. യുധിഷ്ഠിരന്റെ വിഷമോ യുദ്ധത്തിന് ശേഷം. അയ്യോ, ഇത്ര വലിയ കടുങ്കൈ ഞാൻ ചെയ്തുവല്ലോ, എൻ്റെ ജ്യേഷ്ഠൻ കർണനാണെന്ന് അറിഞ്ഞില്ലല്ലോ, അമ്മ പറഞ്ഞില്ലല്ലോ, എത്രത്തോളം മഹാഭാവി എന്ന് പറഞ്ഞ് കഴിഞ്ഞ സംഭവത്തെക്കുറിച്ചാണ് പരിതപിക്കുന്നത്. സംഭവം കഴിഞ്ഞു, ഇനി അത് അന്യഥ ആക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ പരിതപിക്കണോ, അതിനപ്പുറം വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണോ?
നമ്മുടെ പോക്കൊക്കെ തെറ്റാ. ഒരവശതയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഭവിഷ്യം നാനുസന്ധത്തെ നാതീതം ചിന്തയത്യസൗ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നമ്മുടെ മനസ്സിനെ നാം മെരുക്കിയെടുക്കണു, ശിക്ഷണം നൽകണു, അതിനുവേണ്ടി ബുദ്ധിയെ കൂട്ടുപിടിക്കണു. അങ്ങനെ ബുദ്ധി മനസ്സിനെ ഉപദേശിച്ച് ഉണ്ടാക്കുന്ന സംസ്കാര സമ്പന്നതയാണ് ഈ അധ്യാത്മം. ആ സംസ്കാരം എന്തിനു വേണ്ടിയിട്ടാ? മനസ്സിലുള്ള ആവലാതികളെ ദൂരീകരിക്കാൻ, ഇല്ലാതെയാക്കാൻ, മനസ്സിലുള്ള ഉത്കണ്ഠയെ ഉപശമിപ്പിക്കാൻ. ഇത് രണ്ടും പോയിട്ട് മനസ്സിനെ ശാന്തസുന്ദരമാക്കാൻ, സന്തുഷ്ട സമ്പൂർണത വരുത്താൻ, സൗഭാഗ്യമുണ്ടാവാൻ. അത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഭവിഷ്യത്തിനെക്കുറിച്ച്, വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആവലാതികൾ ഉണ്ടാവില്ല. കഴിഞ്ഞു പോയതിനെ ഉരുവിട്ട് അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ആയിരുന്നു, അച്ഛനമ്മമാർ വേണ്ടത് ചെയ്തില്ല. ഈ വക പാട്ടൊന്നും പാടരുത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെടിയാണ് കുട്ടികളെ വളർത്തുക. അറിയുന്നതനുസരിച്ച് വളർത്തും, ഉള്ളതനുസരിച്ച് വളർത്തും. ആ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ അച്ഛനമ്മമാർ വേണ്ടതുപോലെ ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിടവ് നികത്താൻ നിങ്ങളുടെ കാലത്ത് പരിശ്രമിച്ചോളൂ. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എനിക്ക് സ്നേഹം തന്നില്ല, കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ എന്തു വേണം? ഞാൻ സ്നേഹം ധാരാളം കൊടുക്കാൻ പോവാന്ന് പറഞ്ഞ് സ്നേഹിക്കൂ. സ്നേഹം കിട്ടിയിട്ടും മനസ്സിനറിയും, കൊടുക്കുകയാണെങ്കിലും മനസ്സിനറിയൂല്ലോ. കിട്ടാത്തത് നികത്താൻ നിങ്ങൾക്കിപ്പോൾ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവരെ ചൊല്ലി ധാരാളം സ്നേഹം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കൂ, അപ്പോഴും മനസ്സിനറിയും. ഒരു പാത്രത്തിൽ വന്നു വീണത് കൊണ്ട് അത് നിറയും. ആ പാത്രത്തിൽ നിന്ന് കൊടുക്കാൻ ധാരാളം പുറപ്പെടുമ്പോൾ അത് തന്നെ നിറയും. ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാളും ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പൃക്ക് എന്ന് പറഞ്ഞിരിക്കരുത്. ഭവിഷ്യം നാനുസന്ധത്തേനാതീതം ചിന്തയത്യസൗ വർത്തമാന നിമേഷം തു. അപ്പൊ ഭൂതത്തെക്കുറിച്ച് ആവലാതിയില്ല, വരാൻ പോകുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠയുമില്ല എന്ന് വെച്ചാൽ അപ്പൊ എന്തായി? വർത്തമാന നിമേഷം തു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ പ്രേക്ഷകരെ? കേൾക്കുന്നുണ്ടോ? ഒരു വാക്ക് ഇവിടെ പ്രയോഗിച്ചിരിക്കുക, വർത്തമാന നിമേഷം തു. ഈ വർത്തമാനം എന്ന് പറയുന്നത് പ്യൂർലി മൊമെന്ററി, നിമേഷമാണത്. ഈ വർത്തമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ ജൂലൈ 1-ാം തീയതിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളിത് കേൾക്കുമ്പോഴേക്കും കുറേ വൈകിട്ടാവും കേട്ടോ. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി എന്ന് പറയുമ്പോൾ ഇത് വർത്തമാനം. 1-ാം തീയതി എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാ? 24 മണിക്കൂർ. ഇപ്പോൾ പകലാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ളതൊക്കെ ഭൂതമാണല്ലോ. ജൂൺ മാസം 30 മുതൽക്ക് ഇന്നേ വരെ നടന്നിട്ടുള്ള തീയതികളും വർഷങ്ങളും ഒക്കെ ഭൂതമാണ്. 2-ാം തീയതി മുതൽക്ക് വരാൻ പോകുന്നതൊക്കെ ഭവിഷ്യമാണ്, ഭാവിയാണ്. അപ്പോൾ ഈ വർത്തമാനം എന്നതുകൊണ്ട് നമ്മൾ തീയതിയോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ 1-ാം തീയതി മുഴുവനും അതായില്ല. ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഒരു നിമിഷമുണ്ട്. ഇപ്പോൾ ദാ 1:05 ഉച്ച തിരിഞ്ഞിട്ട്. അപ്പോൾ ഈ ഉച്ചയ്ക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സമയം എന്ന് കണക്കാക്കിയാൽ ഉച്ച വരെയുള്ളതായി. ഉച്ച തിരിഞ്ഞ് ഇതിനപ്പുറവും ഒന്നും കൂടി കണിശമായിട്ട് പോവുക. അപ്പം എത്രയായി? ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് 1:05. അപ്പം ആ 5:30 മിനിറ്റിന് മുമ്പുള്ളതൊക്കെ ഭൂതായി. അങ്ങനെ ചുരുക്കി കൊണ്ടുവന്നാൽ ഈ വർത്തമാനം നിമേഷം മാത്രമാവും. അതാണ് ഇതിന് മൊമെന്ററി എന്ന് പറയുന്നത്. വർത്തമാന ദശ എന്ന് പറയുന്നത് നൈമിഷികമാണ്. ഓരോ സെക്കൻഡിലും, അല്ല സെക്കൻഡിനെയും കൂടി അപഗ്രഥിച്ച് പിന്നെയും നമ്മൾക്ക് ദശാംശത്തിലേക്ക് പോകാൻ പറ്റിയാൽ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ കുത്തിൽ ജീവിക്കുമ്പോഴും അതിന് മുൻപിലൊക്കെ ഭൂതവും വരാൻ പോകുന്നത് ഭാവിയുമാണ്. അതാണ് പറയണത് വർത്തമാന നിമേഷം തു. പൂർവാന്നം മുഴുവൻ നിങ്ങൾ ചിരിക്കേണ്ട ആവശ്യമില്ല. ഏത് സെക്കൻഡിലെടുത്തു ആ സെക്കൻഡിൽ ഹസന്നേവാനുവർത്തതേ. വർത്തമാന നിമേഷം ഞാൻ ചിരിച്ചുകൊണ്ടാണ് അനുസരിക്കുന്നത്, അനുവർത്തനം ചെയ്യുന്നത്. അപ്പം നമുക്ക് എപ്പോഴും വർത്തമാനം വളരെ ചുരുക്കാണ്. ഭൂതവും ഭാവിയുമാണ് ജീവിതം മുഴുവൻ. നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടരെ ഈ പറയുന്നത്? നമ്മുടെ ജീവിതം എപ്പോഴും വർത്തമാനത്തിലാണല്ലോ.
ആ വർത്തമാനം ഒരു നാൾ മുഴുവനും നീണ്ടു നിൽക്കണില്ല, ഒരു മാസം മുഴുവനും നീണ്ടു നിൽക്കുന്നില്ല, ഒരു മണിക്കൂറും നീണ്ടു നിൽക്കുന്നില്ല, ഒരു മിനിറ്റ് പോലും നീണ്ടു നിൽക്കുന്നില്ല. നിമേഷമാണ് വർത്തമാനം. ആ നിമേഷത്തിന് മുമ്പുള്ളതൊക്കെ ഭൂതം, അപ്പുറത്തുള്ളതൊക്കെ ഭാവി. ആ ഒരു നിമിഷം നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരുന്നൂടെപ്പാ, ചിരിച്ചുകൊണ്ടിരുന്നൂടെ? ബാക്കിയൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കണോ? വരാൻ പോകുന്നതിനെ കുറിച്ചോ? വന്നിട്ടില്ല, പിന്നെ എന്തിനാ ആവലാതിപ്പെടുന്നത്? ചിലരുണ്ട്, ഒരു കുട്ടിയുണ്ടായി, എന്നോടൊരു അമ്മ പറയുക, പെൺകുട്ടിയാ, ഞാൻ ആലോചിക്കുക സ്വാമിജി, എന്ത് അവള് വലുതായ എങ്ങനെ ഇരിക്കുന്നു? അവള് വലുതായാൽ അവളെ വേണ്ടതുപോലെ നോക്കണ്ടേ, എങ്ങനെ വേഷം ധരിപ്പിക്കുക, എവിടെയൊക്കെ പറഞ്ഞയക്കണം, ഇത് ആലോചിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? നിങ്ങളൊരു കുട്ടിയെ നോക്കണത് എങ്ങനെയാ? ഞാൻ അച്ഛനമ്മമാരോട് പറയാറുണ്ട്, നിങ്ങൾ കുട്ടിയെ വളർത്തുന്നത് എങ്ങനെയാ? ഒന്നും ചിന്തിക്കരുത്. ആ കുട്ടികൾക്ക് അന്നാന്ന് ദിവസം അതാത് സമയത്ത് വേണ്ടത് കൊടുക്കൂ. കാലത്ത് എണീപ്പിക്കൂ, കുളിപ്പിക്കൂ, കാപ്പി കൊടുക്കൂ, ചായ കൊടുക്കൂ, സ്കൂളിലേക്ക് പറഞ്ഞയക്കൂ, തിരിച്ചു വന്നാൽ ഭക്ഷണം കൊടുക്കൂ. അപ്പൊ അന്നന്ന് വേണ്ട കാര്യങ്ങൾ ആ കുട്ടിക്ക് ചെയ്യേ നിങ്ങൾ വേണ്ടൂ. 10 കൊല്ലം കഴിഞ്ഞതിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അന്നന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കൂ, ആ കുട്ടികൾ തന്നെ വളർന്നോളും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കല്യാണത്തിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി വളർന്നിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിപ്പിക്കേണ്ടി വരില്ല, അവർ തന്നെ തിരഞ്ഞെടുത്തു എന്ന് വരാം. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ ആലോചിക്കേണ്ടെന്ന്. കുട്ടികളൊക്കെ അതിൻ്റെ പാട്ടിൽ വളർന്നോളും. ഒരു മാസത്തെ വളർച്ച ഒരു ദിവസം കൊണ്ട് നടക്കുമോ? നടക്കില്ല. നിങ്ങൾ വളർത്തുന്നത് എപ്പോഴും ഓരോ ദിവസം, ഓരോ നേരം, ഓരോ മണിക്കൂർ, ഓരോ 5 മിനിറ്റ്, ഓരോ 1 മിനിറ്റ്, ഓരോ സെക്കൻഡാ. അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുകയാണെങ്കിലോ, വർത്തമാന നിമേഷം തു ഹസന്നേവാനുവർത്തതേ. അപ്പൊ നമുക്ക് ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ വേണ്ടതുണ്ടാവും. ചിരിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആശ്രമത്തിൽ വരുന്നവരോട്, പല്ലും ചുണ്ടും മാത്രമേ വേണ്ടൂ നമുക്ക് ചിരിക്കാൻ. അസലായിട്ട് കുലുങ്ങി ചിരിച്ചോളൂ. എന്താ, ജീവിതത്തിൽ എപ്പോഴും ഭൂതവും ഭാവിയുമാണ്, വർത്തമാനം വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് വർത്തമാനത്തിൽ എന്തിനാ നിങ്ങൾ കരയണേ? എന്തിനാ നിങ്ങൾ ദുഃഖിക്കണത്? ഒക്കെ കഴിഞ്ഞു പോയി, ഇനി വന്നിട്ടില്ല, വരാനേ ഉള്ളൂ. വരാനുള്ളതിനെ കുറിച്ച് ആരെങ്കിലും പരിതപിക്കണോ? കഴിഞ്ഞു പോയതിനെ കുറിച്ചോ? അത് പോയി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വർത്തമാനം, ആ പ്രകൃതിയുടെ രമണീയതയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പ്രകൃതിയുടെ രമണീയതയാ. നമ്മളൊക്കെ പറയണു വയസ്സ് 50ആയി, 60ആയി, 90ആയി. എവിടെയാ 90 വയസ്സൊന്ന് പറയും നിങ്ങൾ? എവിടെയാ? ഈ പറയുന്ന സമയത്തും ആ മനുഷ്യൻ നൈമിഷിക ജീവിയാണ്, നൈമിഷിക ജീവിയാ. നമുക്ക് കഴിഞ്ഞു പോയതിൻ്റെ ഒരു ഓർമ്മയുണ്ടെന്നേ ഉള്ളൂ. എപ്പോഴാ ഓരോരുത്തരും ജീവിക്കുന്നത്? അതാത് നിമിഷത്തിലാണ്. മണിക്കൂറിൽ ജീവിക്കണില്ല, പൂർവാന്നം അപരാഹ്നത്തിൽ ജീവിക്കണില്ല, ദിവസത്തിലില്ല, ആഴ്ചയിലില്ല, പക്ഷത്തിലില്ല, മാസത്തിലില്ല, കൊല്ലത്തിലില്ല. നമ്മുടെ ജീവിതം നിമിഷാനുനിമിഷമാണ്. ആ സമയത്തെ ഈ ഭൂതത്തെയും ഭാവിയെയും ചൊല്ലി വേവലാതിപ്പെടാതെ സന്തോഷത്തോടു കൂടി ജീവിക്കൂന്ന്. അതാണത്രേ ജനകൻ ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയോ, സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കുകയാണ്. നിങ്ങളൊക്കെയോ വീട്ടിൽ കസേരയിലിരുന്ന് അല്ലെങ്കിൽ കട്ടിലിൽ കിടന്ന് ഒരു ചെറിയ കുടുംബത്തിൻ്റെ ചുരുങ്ങിയ ബഡ്ജറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ജനകൻ്റെ ബഡ്ജറ്റോ, ജനകൻ്റെ നോട്ടോ, വിദേഹരാജ്യത്തിലുള്ളവരുടെ മുഴുവനും ഭാഗധേയം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അത് വെച്ചുകൊണ്ടാണ് ജനക മഹാരാജാവ് പറയണേ, ഞാൻ നിമിഷാനുനിമിഷം ചിരിച്ചുകൊണ്ട് ജീവിക്കണു, ഭൂതത്തിനെ പറ്റി ചിന്തിക്കണില്ല, ഭാവിയെപ്പറ്റിയും ഞാൻ പരാമർശിക്കുന്നില്ല. എവിടെ പോയി കാര്യങ്ങൾ? ഇതാണ് കൂട്ടരെ അധ്യാത്മം. അധ്യാത്മം എന്നുള്ള വാക്കിന് എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരമുണ്ട്. അവയെ കവച്ചു വെച്ചുകൊണ്ട് ഒരാത്മസത്യമുണ്ട്. ഈ 3 എണ്ണത്തെയും ആത്മാവിനെയും കൂടി കൂട്ടിയോജിപ്പിച്ച് ജീവിക്കുന്നതാണ് അധ്യാത്മം.